എല്ലാം ഓർത്തെടുത്ത് വെക്കണേടി. എനിക്കാടെ ഒന്നും തലയിൽ വരുന്നില്ല. ഞാനെല്ലാം വിവിധം ഓർത്തെടുത്ത് വെക്കുന്നുണ്ട്. ഓർക്കാത്ത പിന്നെയും കൊണ്ട് വെക്കുക. സഹിക്കാൻ പറ്റണില്ലടി. ഒരു ആക്സിഡന്റ് പറ്റി ഞാനിങ്ങനെ ആയിപ്പോയതുകൊണ്ടല്ലേ നിനക്ക് ഈ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഞാൻ കാരണം നീയാ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഏട്ടൻ എന്തിനാ ഈ കാര്യം ഓർത്ത് ഇപ്പോഴും വിഷമിച്ചോണ്ടിരിക്കുന്നത്? നാളെ എന്തായാലും ഞാൻ പോവുക. ഇനി ഇത് ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടനെ. ഞാൻ കാരണം നീ ബുദ്ധിമുട്ടുന്ന. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എനിക്കെങ്കിലും ഇപ്പൊ പോകാൻ പറ്റുമല്ലോ. അവിടെ ചെന്നൊരു ജോലി എനിക്ക് കിട്ടിയല്ലോ. അങ്ങനെ ചിന്തിച്ചുകൂടെ? നല്ല രീതിയിൽ ചിന്തിക്ക്. എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചോണ്ടിരിക്കല്ലേ? വെറുതെ ഉഴപ്പരുത് കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പോയി കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റ് കഴിച്ചേക്കണം. ഉഴപ്പരുത്. എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എക്സസൈസ് ചെയ്യണം കേട്ടോ. പിന്നെ കൊച്ചിനെ ഒത്തിരി ചൂടാവുകയും ചെയ്യരുത്, ദേഷ്യപ്പെടുകയും ചെയ്യരുത്. അവൻ ഒന്നാമത് ആ പ്രായമാണ്, 5 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അവന് കുറച്ച് കുരുത്തക്കേട് വാശിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനും കൂടി ഇല്ലാത്തതല്ലേ, അപ്പൊ അതിന് ചെറിയ വാശിയൊക്കെ ഉണ്ടാവും. ചേട്ടൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണ എനിക്കൊണ്ട് സഹിക്കുന്നില്ല. എല്ലാം നല്ലതിന് വേണ്ടി ചേട്ടാ. നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും. ഒരു 3-4 കൊല്ലം ഞാൻ ആ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടാ പോരെ? അത് കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നമ്മുടെ കടമൊക്കെ വീട്ടിൽ ഈ വീടിന്റെ ലോണും കാര്യങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഞാനിവിടെ തന്നെയല്ലേ ഏട്ടാ. അങ്ങനെ ചിന്തിക്കേ. അയ്യോ, ഞാൻ പിടിക്കും. കുഴപ്പമില്ല. നീ ഇപ്പൊ എത്രയെന്ന് വെച്ചാ നീ സഹായിക്കുന്നത്. ഇനി ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്യണ്ടേ?